ടിനി ടോമിനെതിരെ നിയമ നടപടി കുരുങ്ങുകയാണ് അൻസിബ നിയമോപദേശം തേടിയിരിക്കുന്നു. പരാതി നിലനിൽക്കുമെന്നാണ് നിയമോപദേശം. നീനാക്കുറുപ്പ് അടക്കമുള്ളവരെ സാക്ഷിയാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഉള്ള അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ അറിയാം. എന്നെയും വിളിച്ചു. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ അങ്ങനെ അൻസിബയുടെയും ടിനി ടോമിന്റെയും വിഷയത്തിൽ അൻസിബ ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ പോകുവാണ് എന്നുള്ള വാർത്തകളൊക്കെ നിലവിൽ പുറത്തു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. ഇത് നേരത്തെ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവർ ഇത്രയും ലേറ്റ് ആയെന്ന് എനിക്ക് അറിയത്തില്ല. അത് മാത്രമല്ല, ഈ അൻസിബ രാജിക്കത്ത് എഴുതി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു അക്ഷരവും പറഞ്ഞിട്ടില്ല. അൻസിബ പ്രധാനമായിട്ട് പറഞ്ഞത് എനിക്ക് സിനിമയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാജിവെക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇത് രാജി സമയത്ത് പോലും ഇത് അന്നേ പറഞ്ഞില്ല? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോരായ്മ തന്നെയാണ്. എന്തായാലും ഈ ടിനി ടോമിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇവനെ പോലെയുള്ളവന്മാരൊക്കെ പോയി കിടക്കേണ്ട ജയിലിനകത്താണ്. കാര്യം ടിനി ടോമിനൊരു വിചാരമുണ്ട്, ഇയാൾക്ക് എന്തും പറയാം, ആരെപ്പറ്റി വേണമെങ്കിലും ഇയാൾക്ക് എന്ത് തോന്നിവാസങ്ങളും വിളിച്ച് പറയാം, ഇയാൾക്ക് എന്തും പ്രവർത്തിക്കാം എന്നുള്ളൊരു ചിന്ത ഇയാൾക്കുണ്ട്. അതിലും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, ശ്വേതാ മേനോൻ, ആ പുള്ളിക്കാരത്തിയുടെ ഒരു റിപ്ലൈ ഒക്കെയാണ്. അതായത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരി, അതായത് നമ്മളൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കുഴപ്പം ഉണ്ടാക്കിയെന്നുള്ള രീതിയിലാണ് ശ്വേതാ മേനോന്റെ സംസാരം. ഞാൻ ഇവിടെ ഒരു വീഡിയോ വെച്ച് തരാം. വിവാദങ്ങളൊന്നും ഇതിൽ പ്രശ്നമല്ല, പ്രശ്നങ്ങളൊന്നും അല്ല, അതല്ലേ പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾ തുടരുന്നു. ജോലി ചെയ്യാം, വിവാദം ഇങ്ങനെ വന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. കണ്ണുണ്ടെങ്കിലല്ല ഈ വിവാദം കാണാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു മണ്ടൻ, അതിന്റെ ബാക്കി ഇരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഉണ്ടില്ലേ, ടിനി ടോം. ടിനി ടോമിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടില്ലേ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, എന്നെ പറ്റിയിട്ട് വെറുതെ അനാവശ്യങ്ങൾ പറയുവാണെന്ന്. ഒരു പ്രസിഡന്റ് കൊടുക്കേണ്ട മറുപടിയാണോ ഇതൊക്കെ? ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ മീഡിയക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നാൽ ഇവരുടെ സംഘടനയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് വന്ന് ഇത്രയും സീരിയസ് അലിഗേഷൻസ് പറഞ്ഞത് ഒരാളെ പറ്റി. ഇവരെന്ത് ആക്ഷൻ എടുത്ത് ഇത്ര നേരമായിട്ടും? ഇപ്പോൾ ആ സംഘടനയിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ടിനി ടോമിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുവാണ്. ഇനി തീർന്നിട്ടില്ല. ടിനി ടോമിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ അഞ്ജലി എന്ന് പറയുന്ന ഒരു സിനിമാ നടിയില്ലേ, നമ്മുടെ മറ്റേ MLA, അതായത് MLA ആയിട്ട് ചക്ക എന്ന് പറയുന്ന ചിഹ്നത്തിൽ മത്സരിച്ച് തോറ്റുപോയ വ്യക്തിയാണ്. പുള്ളിക്കാരത്തിയെ ഒരുപാട് പേര് ട്രോൾ ചെയ്തതാണ്. ആ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ടിനി ടോമിൻ്റെ വക ഒരു കളിയാക്കലുണ്ട്. നമ്മൾ ഈ കളിയാക്കാം, പക്ഷെ എല്ലാത്തിനും ഒരു അതിര് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ശരിയാണ്, അവർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, പക്ഷെ അവർ അൺഫോർച്ചുനേറ്റ്ലി അവർ തോറ്റുപോയി. അതിന് ആവശ്യത്തിൽ കൂടുതൽ ട്രോളുകൾ അവർക്ക് കിട്ടുകയും ചെയ്ത്. ഇനി ടിനി ടോം കാണിച്ചൊരു പരിപാടി ഞാൻ കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തിയെ പബ്ലിക്കിനെ ഉന്നയിച്ച് കളിയാക്കുക. കാര്യം ഈ ടിനി ടോമിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ. ഇയാൾക്ക് ഞാൻ അതാ പറഞ്ഞത്, ഇയാൾക്ക് ആരെ പറ്റി വേണമെങ്കിലും എന്തും വിളിച്ച് പറയാം. ഞാൻ ഇയാളെ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പച്ചത്തെറിയായിട്ട് മറുപടി കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെയും കൂടെ ശരിക്കും പറഞ്ഞാൽ കളിയാക്കുവാണ് എല്ലാവരുടെ മുന്നിൽ. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അവർ ശരിയാണ്, ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ അവർ അവരുടെ വായെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നതൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഓവറല്ലേ ഇത്? അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ടിനി ടോമിനെയൊക്കെ എന്തെല്ലാം പറയണം, എന്തെല്ലാം പറഞ്ഞ് കളിയാക്കണം. എമ്പുരാനകത്ത് മോഹൻലാൽ അഭിനയിക്കുന്ന രീതിയിൽ ഒരു സീൻ ഇയാൾ പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കോമാളിത്തരമാണ് എന്ന് ജനങ്ങൾക്കത് മനസ്സിലായതാണ് അത് കണ്ടപ്പോൾ. മോഹൻലാലിനെ പോലും കളിയാക്കുന്ന രീതിയിലായിരുന്നു ഇയാൾ അഭിനയിച്ച് കാണിച്ചത്. ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇയാളൊന്നും പറയേണ്ട ഒരു പ്രയോജനമില്ല. എന്തായാലും അൻസിബ കേസ് കൊടുക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള വാർത്തയൊന്ന് കേൾക്കാം. ടിനി ടോമിനെതിരെ നിയമ നടപടി കുരുങ്ങുകയാണ് അൻസിബ നിയമോപദേശം തേടിയിരിക്കുന്നു. പരാതി നിലനിൽക്കുമെന്നാണ് നിയമോപദേശം. നീനാക്കുറുപ്പ് അടക്കമുള്ളവരെ സാക്ഷിയാക്കും. റംഷ CP ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റംഷ CP, ഗുഡ് മോർണിംഗ്. റംഷ, അൻസിബ വിടുന്ന മട്ടില്ല. കാര്യം അൻസിബയെ വളരെ മോശമായി പല രീതിയിലും പല ആളുകളിലൂടെ അധിക്ഷേപിച്ച് സംസാരിച്ചു ടിനി ടോം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ നിയമ നടപടി കുരുങ്ങുകയാണോ? ഇന്നലെ നമ്മളുമായി സംസാരിക്കുമ്പോഴും അൻസിബ പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. അൻസിബ ആ വഴിക്ക് തന്നെയാണോ റംഷ CP? അതാണ് ചെയ്യേണ്ടത്. നിയമ നടപടിക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങുമ്പോണ്ടല്ലോ പഠിക്കും. പിന്നെ വേറൊരു വിചാരം കാണുമായിരിക്കും, ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവരെല്ലാവരും ഇയാളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ കേസ് കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകത്തില്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ചിലപ്പം കാണുമായിരിക്കും. പക്ഷേ ഇത് വിടരുത്. ഇത് മാക്സിമം ചാനലുകൾ ഇത് ടേക്കപ്പ് ചെയ്യണം. കാര്യം ഇനി ഒരിക്കലും ഒരു സ്ത്രീകളുടെ നേരയിൽ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഇയാൾ സംസാരിക്കരുത്. അവിഹിതമുണ്ട്, പിന്നെ പച്ചത്തെറി വിളിക്കുന്നു, പിന്നെ ജിഹാദിയാ.
ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഗുരുതരമായ ആരോപണങ്ങളാണ് നടൻ ടിനി ടോമിനെതിരെ അൻസിബ ഉയർത്തിയിരുന്നത്. ഇന്നലെ ഡോക്ടർ അരുൺകുമാറിന്റെ കോഫി വിത്ത് അരുൺകുമാർ ഷോയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വീണ്ടും അൻസിബ ആവർത്തിക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അൻസിബ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻസിബയ്ക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ടിനി ടോമിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് അൻസിബ വെളിപ്പെടുത്തിയത്. അതിൽ ജിഹാദി പരാമർശം ഉൾപ്പെടെ ഉണ്ടായി എന്നതാണ് ഗുരുതരമായ കാര്യം. ടിനി ടോമിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ മതം മാറ്റുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചു എന്ന നിലയിൽ ടിനി ടോം പ്രചരണം നടത്തി എന്നതാണ് അൻസിബ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിലാണ് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ അൻസിബ തയ്യാറാവുകയും ചെയ്യുന്നത്. ഇന്നലെ നിങ്ങൾ ആലോചിച്ചോണം, ഈ മതത്തിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ കാലത്തും ഈ തോന്നിവാസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ? ഈ ടിനി ടോമിനെയൊക്കെ ഇങ്ങനെ വെറുതെ ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഈ ഇല്ലാത്ത കഥയും പറഞ്ഞിട്ട് കേസ് കൊടുക്കുമോ? ഇതിന് സാക്ഷിയായിട്ട് നീനാക്കുറുപ്പ് ഉൾപ്പെടെ ഉണ്ട്. അത് മാത്രമല്ല, ഈ ജിഹാദി എന്ന് പറയുന്ന രീതിയിൽ ഈ ഇപ്പം അൻസിബയെ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, വേറെ നടിമാരെ വിളിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ഒരു നടിയുടെ ഒരു ഇന്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ട്, ഉഷ എന്ന് പറയുന്നത്. പക്ഷേ അവർ ഈ ടിനി ടോമിന്റെ പേര് പറയുന്നില്ല. പക്ഷെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അൻസിബ ഒരു വക്കീലുമായി കൂടിക്കാഴ്ച നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അക്കാര്യത്തിൽ ഒരു നിയമോപദേശവും അൻസിബയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജിഹാദി പരാമർശത്തിൽ കേസ് നിലനിൽക്കുന്നതാണ്, ആ പരാതി നിലനിൽക്കുന്നതാണ് എന്ന നിയമോപദേശമാണ് ഇപ്പോൾ അൻസിബയ്ക്ക് ഏതായാലും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒരു നിയമ നടപടിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് അൻസിബയുമായി സംസാരിച്ചിരുന്നു, വക്കീലുമായി ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അൻസിബ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ അൻസിബ ഓക്കെ, താങ്ക് യു റംഷ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറഞ്ഞു അൻസിബയ്ക്ക് ഐക്യദാർഢ്യം, അൻസിബയ്ക്ക് ഉടനെ തന്നെ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാവണം. ഇനി ഇവിടെ ഒരു നടി എന്തായാലും വളരെ നല്ലൊരു കാര്യം. ഇപ്പോഴെങ്കിലും ഈ ഒരു നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കര വീഴ്ചയായിരിക്കും. കാര്യം ഇതൊക്കെ ഒരു റൈറ്റ് ടൈമാണ്. ഈ സമയത്ത് തന്നെ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് ഇതിനെതിരെ ആക്ഷൻ എടുക്കുക. ഇനി ഇയാളുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീകൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇന്ന് രാവിലെ പുറത്തു വന്ന വേറൊരു വാർത്തയുണ്ട്, ഉഷ എന്ന് പറയുന്നൊരു നടി, അവർക്കും ഇതേ അനുഭവം ഇവിടുന്ന് നേരിട്ടിട്ടുണ്ട്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേതൃത്വത്തിനെതിരെ നടി ഉഷ ഹസീന തന്നെയും ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് ഉഷ ഹസീന മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. അതാരാണ് എന്ന് ഞാൻ ജനറൽ ബോഡിയിൽ പറയും. അമ്മ താരസംഘടനയിൽ ഗ്രൂപ്പുകളാണ്. അൻസിബയെ സംഘടനയിൽ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നുവെന്നും ഉഷ ഹസീന പറഞ്ഞു. അൻസിബയെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നുവെന്നും ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അൻസിബ പറയുന്ന കാര്യം സത്യമാണെന്ന്. ഇപ്പോഴും വിശ്വസിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ശ്വേതാമേനോടെയൊക്കെ സംസാരം കണ്ടില്ലേ? അതായത് അവരൊന്നും അറിയത്തില്ല, കാണുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ് ഏറ്റവും വലിയ വിവാദം ഉണ്ടാക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കുക. അമ്മ താരസംഘടനയിൽ കുറച്ചധികം ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാധ്യമങ്ങൾ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുകയാണ്. മാത്രമല്ല ഓരോ ദിവസങ്ങളും പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മുൻപേ അറിഞ്ഞിരുന്നോ? അത് നേരത്തെ അറിയാമായിരുന്നു. അൻസിബയുമായിട്ടൊക്കെ നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ വിഷയമൊക്കെ അൻസിബ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഉള്ള അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ അറിയാം. 2 ഗ്രൂപ്പാണെന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. ഇപ്പം 3 ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ശ്വേതാ മേനോൻ, ടിനി ടോം, പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ്, കുക്കു പരമേശ്വരൻ, നീന പ്രസാദ്, നീനാക്കുറുപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജയനും ജോയ് മാത്യു, അവർ വേറൊരു ഗ്രൂപ്പ്. എന്തുവാണ് ഇത് ഗ്രൂപ്പ് കളിക്കാനായിട്ട്? ഒന്നാമത്തെ കാര്യം ചോദിക്കട്ടെ, ഈ അമ്മ സംഘടനയും കൊണ്ട് എന്ത് ഗുണമാണ് നാട്ടിനുള്ളത്? ഇതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു രീതിയിൽ ഒരു ഗുണമില്ലാത്ത ഒരു സംഭവമാണ് ഈ ഒരു അസോസിയേഷൻ. ചുമ്മാതെ കുറച്ച് ആക്ടേഴ്സിനെയും ആക്ട്രസ്മാരെയും പിടിച്ച് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ഇമാതിരി പരിപാടികളാണ് അതിനകത്ത് നടക്കുന്നത്. എന്ത് ഗുണമാണ് ഈ നാട്ടിനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയണ്ട, നമ്മളെപ്പോലെയുള്ള ആൾക്കാരുണ്ടായതുകൊണ്ടാണ് ഇവരൊക്കെ സത്യം പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. എന്നിട്ട് ഇവരുടെയൊക്കെ ഈ അഹങ്കാരം ഇമാറൊക്കെ ഈ തെമ്മാടിത്തരം കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരു സംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ കേട്ടല്ലോ, എന്നെ വിളിച്ചു എന്ന് അതാ പറയുന്നത്. ഇതൊക്കെ സ്പോട്ടിൽ ആക്ഷൻ എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ അൻസിബയുടെ കേസിൽ ഇവർക്ക് എല്ലാവർക്കും സാക്ഷി ചേരാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടാണ് ഇവർ ഈ പറയുന്ന ടിനി ടോമിനെതിരെ കേസ് കൊടുക്കേണ്ടത്. എങ്കിലേ ഇതിനൊരു ഒരു എന്ത് പറയണ്ട ഒരു തീരുമാനം ആവത്തുള്ളൂ. അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ടിനി ടോം ഒരുപാട് നാളായി ഇങ്ങനെയുള്ള പരിപാടികൾ തുടങ്ങിയിട്ട്.
ജനറൽ ബോഡിക്ക് പറയണമെന്ന് അംഗമെന്ന നിലയ്ക്ക് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് സംഘടനയിലാണ്. അപ്പോൾ സംഘടനയിലേക്ക് ഞാൻ പറയാനായിട്ട് ജനറൽ ബോഡിക്ക് പറയാനിരിക്കുകയാണ്. എന്നെയും പറഞ്ഞു ജിഹാദിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആരാണ് പറഞ്ഞതെന്നും ഇത് ആരാണ് പറഞ്ഞതെന്നും ഒക്കെ ഞാൻ ജനറൽ ബോഡിക്ക് പറയും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഭാരവാഹിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുടുംബ സംഗമത്തിന് ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോൺസർഷിപ്പ് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഒരു മതത്തിൻ്റെ ആൾക്കാർ, അമ്മ മതേതരമായിട്ട് എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിലുള്ള ആൾക്കാരുള്ളതാണ്, ഇതിനകത്തേക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ഒന്നും കൊണ്ടുവരണ്ട, ഒരു ഡൊണേഷനായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാൻ, ശരിയല്ല എന്നുള്ള നിലപാടെടുത്തതിൻ്റെ പേരിലാണ് കുട്ടിക്കെതിരെ ഗൂഢാലോചനകൾ നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അൻസിബയുടെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ന്യായമുണ്ട്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സാക്ഷികളായി, ഇനി ഇതിനപ്പുറം വേറെ ഒന്നും വേണ്ട. ഇപ്പം ഇയാൾ ഓൾറെഡി എക്സ്പോസ്ഡ് ആയി, ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി. ഇന്നലെ ടിനി ടോമിൻ്റെ മകൻ്റെ ഒരു പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. വീട്ടിൽ ചെന്ന് അടിക്കാനായിട്ട് വെല്ലുവിളിക്കുക, ചീത്ത വിളിക്കുക, ഇതൊക്കെയാണ് പരിപാടികൾ. എന്നിട്ട് കേസ് കൊടുക്കാൻ ചെല്ലുന്ന വാദി തന്നെ പ്രതിയാവുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോവുക. ഇതൊക്കെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇപ്പോഴും ഇതിനൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ വിട്ടിട്ട് നല്ലൊരു പാനൽ വെക്കട്ടെ. ഈ പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് ഇതൊരു ഗ്രൂപ്പാക്കി ഇത് ചളകുളവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ പ്രസിഡന്റ് പറഞ്ഞത് അമ്മയിൽ നിന്നും പുറത്തു പോയിട്ടുള്ള എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളെയും തിരിച്ച് നമ്മൾ കൊണ്ടുവരും, അതിജീവിതയെ ഉൾപ്പെടെ. പിന്നീടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അൻസിബയാണ് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ചോദിച്ചപ്പോൾ അമ്മയിലെ ചില അംഗങ്ങൾ അതിപ്പോൾ വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് പ്രസിഡന്റ് കമ്മിറ്റിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ അറിയണമല്ലോ നമുക്ക് ആരാണ് പറഞ്ഞതെന്നതൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അതിജീവിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? നിങ്ങൾ പറ. ഈ പൾസസുനി എന്ന് പറയുന്നവന് ആ ഒരു ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കൂടുതൽ ശിക്ഷ മേടിച്ച് കൊടുക്കാൻ വേണ്ടി ഈ സംഘടനയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്? ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ പോകുന്ന സമയത്ത് ഈ അമ്മയിലുള്ള ഒരു മനുഷ്യർ ഹെൽപ്പ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. WCC കണ്ട് കുറച്ച് പേരെ കണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കത് അറിയാനായിട്ട് സാധിച്ചു. പക്ഷേ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇത്രയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു മഹാൻ്റെ വോയിസോടെ കേൾക്കാം. ഇപ്പോൾ എന്തായാലും ഈ സിനിമാക്കാരുടെ മൊത്തം പ്രശ്നമാണല്ലേ. ഇന്ന് രാവിലെ പുതിയൊരു വോയിസും കൂടെ പുറത്തിറങ്ങി വന്ന് കളിക്കുന്നുണ്ട്. നമ്മുടെ മുകേഷ് സ്ഥിരമായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്തിനാണെന്നോ എന്തോ ഇയാളൊക്കെ പിടിച്ച് MLA ആക്കിയത് എനിക്കിപ്പോഴും അറിയാൻ വയ്യ. അതായത് ഇതുപോലെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ പുറത്തു വന്ന ആ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഒരു കാര്യമില്ലാതെ നടൻ ജഗദീശനെ വരെ ഇയാൾ അനാവശ്യം പറയുന്നുണ്ട്. ഹലോ മുകേഷ് ചേട്ടാ. മുകേഷ് ചേട്ടാ, മറ്റേ മുകേഷിന്റെ ഒക്കെ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ, അത് ഉടനെ വല്ല റിലീസ് ആകുമായിരുന്നു? മറ്റേ പഴയ ജഗദീഷ് ചേട്ടന്റെ തിരുവല്ലയെന്ന്. ഞങ്ങൾക്ക് ബോധമില്ലെന്ന് തോന്നുന്നു. എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇയാളെ ഫോണിൽ വിളിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ. പണ്ട് തൊട്ടേ ഇയാളുടെ ഫോൺ കോളും കാര്യങ്ങളും എല്ലാം ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചേട്ടൻ ഭയങ്കര ഒരു ഫാനാ. മറ്റേ ഉടനെ വല്ല റിലീസ് ആകുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പേര് ശ്രീകുമാറിനെ. ചേട്ടനും മറ്റേ ജഗദീഷനും മറ്റേ അതന്നെ. ഞാൻ ചേട്ടനെ നേരത്തെ എന്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെ വിളിക്കുമ്പം ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നാരാണ് വിളിക്കുന്നത്, ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? സാമാന്യ മര്യാദ വിളിച്ചിട്ട് ഇപ്പൊ പുതിയ പടത്തിന്റെ പള്ളി പോയി പറഞ്ഞാൽ മതി. എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കൊണ്ട് കളഞ്ഞില്ലയോ? ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ കൊണ്ട് കളഞ്ഞില്ല. ജഗദീശനെ വിളിക്കാം. അവൻ പാട്ടി, അവൻ റാസ്കൽ. ജഗദീഷ് ചേട്ടനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ പാട്ടി റാസ്കൽ എന്ന് ആലോചിക്കുക. ഇയാൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്? ഇയാളുടെ പേരിൽ എത്ര കേസ് വന്നു. സ്റ്റിൽ എന്നിട്ട് MLA സ്ഥാനമായിട്ട് ഇയാൾ നാണം കെട്ട് കയറിയിരിക്കുമായിരുന്നു. ജഗദീഷിനെ പോലെയുള്ള ഒരു മനുഷ്യൻ ഇന്നേ വരെ ഒരു മനുഷ്യരെ പറ്റിച്ചപ്പോൾ എന്ന് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. നാണോ മാനം ഉണ്ടോ ഇയാൾക്ക്? ഇയാൾ സംസാരിക്കുന്ന രീതി കേട്ടില്ലേ? ഫോണിൽ വിളിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെ പറയണം. ഇയാൾ ആരുവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് ബോധം ഉണ്ടെന്ന് പോലും എനിക്കറിയാം ഇയാളുടെ സംസാരം കേട്ടിട്ട്.